തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകണം. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് അവർക്ക് ചെയ്യും. ഇതാണ് നിയമവും പ്രവാചകന്മാരും. ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കും. വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ്. അതിലെ കടന്നു പോകുന്നവർ വളരെയാണെന്നതാണ്. എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ്. അത് കണ്ടെത്തുന്നവരോ ചുരുക്കം. കഥാവിന്റെ സുവിശേഷം. സ്നേഹനിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുറച്ച് നാളുകൾക്ക് മുമ്പ് കണ്ട ഒരു ചിത്രം വളരെ ഹൃദയസ്പർശകമായ ഒരു ചിത്രമായിരുന്നു. ഒത്തിരിയേറെ നമ്മളെ ചിന്തിപ്പിക്കാനും ഒത്തിരിയേറെ ആശയങ്ങൾ പറഞ്ഞു തരാനും ഇടയാക്കിയ ഒരു ചിത്രമായിരുന്നു. ഹെലൻ എന്നാണ് ആ ചിത്രത്തിന്റെ പേര്. ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിലൊരു ഏതാണ്ടൊരു കഥ ഇപ്രകാരമാണ്. ഒരു പെൺകുട്ടി എറണാകുളത്തുള്ള ഒരു വലിയൊരു മോളിൽ ജോലി ചെയ്യുകയാണ്. ഇവിടെ ജോലി ചെയ്യുന്ന ഷോപ്പിന്റെ അകത്ത് തണുപ്പിക്കാൻ ഫ്രീസ് ചെയ്യാനായിട്ടുള്ള ചെറിയൊരു റൂമുണ്ട്. ഇവിടെ റൂമിൽ അറിയാതെ അകപ്പെട്ടുപോയി. എല്ലാവരും വിചാരിച്ച് ഇവിടെ പോയിട്ടുണ്ടാകുമെന്ന്. ഇവരെല്ലാം ഷോപ്പെല്ലാം അടച്ചവരെല്ലാം സ്ഥലം കാലിയാക്കി. ഈ മകളെ നോക്കി അപ്പൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. രാത്രിയായി, മകളെ കണ്ടില്ല, ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. ഒത്തിരി വേദനയോടുകൂടി അപ്പൻ ഈ മകളെ തപ്പി ഇറങ്ങുകയാണ്. ഈ മകളാണെങ്കിൽ ഈ ഫ്രീസ് ചെയ്യുന്ന ഈ റൂമിൽ തണുത്ത് വിറച്ച് മരണത്തോട് മല്ലടിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. ഈ അപ്പൻ ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ്. ഓരോ മനുഷ്യരുടെ അരികിൽ ചെന്ന് ചോദിക്കുന്നുണ്ട്. അവസാനം പോലീസുകാരുടെ സഹായം തേടുന്നു. അങ്ങനെ ലഭിക്കാതെ വരുമ്പോ ഈ അപ്പൻ ഈ മോളിന്റെ താഴെ വന്നിങ്ങനെ വിഷാദിച്ചിരിക്കുകയാണ്, സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സെക്യൂരിറ്റിക്കാരൻ അടുത്ത് വന്നിരുന്നു. ഈ അപ്പൻ ഈ മകളുടെ ചിത്രം കാണിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ഇവിടെ അറിയാമോ? അപ്പൊ സെക്യൂരിറ്റിക്കാരൻ ഒത്തിരി സന്തോഷം പറയുന്നത്, എനിക്കിവിടെ അറിയാം, ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷെ തിരിച്ചു പോയിട്ടില്ല എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ പോലീസുകാരെ അറിയിച്ച് ഓടി വന്ന് ആ ഷോപ്പൊക്കെ തുറന്ന് മരണത്തോട് മല്ലടിച്ച് ഈ മകളെയും എടുത്തുകൊണ്ട് അപ്പൻ ഓടുകയും ഒരല്പ നിമിഷം വൈകിയിരുന്നെങ്കിൽ ഉറപ്പാണ് ഈ പെൺകുട്ടി മരിച്ചുപോയത്. ഇതിന് ഏറ്റവും മനോഹരമായിട്ടുള്ള രംഗം എന്താണെന്ന് ഈ അപ്പൻ ഈ സെക്യൂരിറ്റിക്കാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആയിരക്കണക്കിന് മനുഷ്യര് ഈ ഒരു മോളിൽ വന്ന് പോകുന്നതാണ്. ഓരോ ദിവസവും ആയിരക്കണക്കിന് മനുഷ്യരെ കാണുന്ന ഒരു വ്യക്തിയാണ് ആ സെക്യൂരിറ്റി. എന്നിട്ട് ചോദിക്കുകയാണ്, ഇത്രയും പേര് വന്നു പോയിട്ട് താങ്കൾക്ക് എങ്ങനെയാണ് എന്റെ മകൾ വന്നിട്ട് തിരിച്ചു പോയില്ല എന്ന് മനസ്സിലായെന്ന് ചോദിച്ചു. ഈ സെക്യൂരിറ്റി പറയുന്ന ഉത്തരം വളരെ ചിന്തിപ്പിക്കേണ്ട ഒരു ഉത്തരമാണ്. മനുഷ്യർ പറയുന്നത് ശരിയാണ്, ആയിരക്കണക്കിന് മനുഷ്യര് ഈ കടയിൽ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. ഒത്തിരിയേറെ മനുഷ്യരെ ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ കാണുന്നുണ്ട്. ഈ മകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് അറിയാമോ? ഇവിടെ എല്ലാ ദിവസവും വരുമ്പോഴും എന്നെ നോക്കി ഒരു പുഞ്ചിരിക്കും, എന്നെ ഒന്ന് വിഷി, തിരിച്ചു പോകുമ്പോഴും അത് തന്നെയാണ്. അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായി, ഇവിടെ വന്നിട്ടുണ്ട്, തിരിച്ചു പോയില്ല എന്ന് മനസ്സിലായി. അവിടെ ചെയ്ത ഒരു ചെറിയ കാര്യം അത് അവളുടെ ജീവൻ തന്നെ രക്ഷിക്കുന്ന അനുഭവത്തിലേക്ക് അവരെ